ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവ വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിനാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ റവ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നടുവേ മുറിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉടച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അതൊരു 1-2 പച്ചമുളക് വട്ടന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മണം തരും ഈ ഒരു സ്നാക്കിന്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിലും റവയിലെല്ലാം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഇനി കുഴച്ചെടുത്തിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കിത് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ ഒരു ബോളാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. കാരണം ഉള്ളിലുള്ളതെല്ലാം ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. പുറം ഭാഗം മാത്രം ഒന്നായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നുണ്ടാവുക. നമുക്ക് നല്ല സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.